എന്തുകൊണ്ടാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കനത്ത പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്ന് പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിത ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അതൂൻ. പരിശുദ്ധ ഖുർആൻ വിവരിക്കുകയാണ്. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളമായി ദിക്ർ ചെല്ലുന്ന മഹാനായിരുന്നു. ധാരാളമായി ദിക്ർ ചെല്ലുന്ന മഹാൻ, ധാരാളമായി തസ്ബീഹ് ചെല്ലുന്ന മഹാൻ, ധാരാളമായി അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ. ആ ഓർമ്മ കൊണ്ടും ആ ദിക്ർ കൊണ്ടും ആ തസ്ബീഹ് കൊണ്ടുമാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കടുത്ത പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഏത് പരീക്ഷണം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും, ഏത് തരങ്ങളിലുള്ള രോഗങ്ങൾ വന്നാലും ദിക്ർ കൊണ്ട്, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട്, അല്ലാഹുവിനുള്ള സ്മരണ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളമായി ദിക്ർ ചെല്ലുന്ന വ്യക്തി അല്ലായിരുന്നുവെങ്കിൽ ലലബിത ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അതൂൻ, ഖിയാമം വരെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കേണ്ടി വരുമായിരുന്നുവെന്ന്, അല്ല ആ മത്സ്യത്തിന്റെ വയറ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറായി മാറുമായിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ.